ജി സുധാകരനെ ജനം കൈകാര്യം ചെയ്യുമെന്ന് ആർ നാസറിന്റെ പ്രസംഗത്തിന് ഒരു മറുപടിയുമായി എത്തിയിട്ടുണ്ട് ജി സുധാകരൻ. ഇനി ആരെങ്കിലും തന്നെ കൈകാര്യം ചെയ്താൽ ഉത്തരവാദി ജില്ലാ സെക്രട്ടറി ആണെന്നാണ് പ്രതികരണം. കായികമായി കൈകാര്യം ചെയ്താൽ നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും സുധാകരൻ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വസ്തുതയായിരിക്കെ ഈ ജില്ലാ സെക്രട്ടറി എന്ത് കണ്ണുകൊണ്ടായി സംസാരം? ഏത് ജനമാണ് എന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ? ഏതോ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ കായികമായിട്ടല്ല, അങ്ങനെ കൈകാര്യം ചെയ്താൽ പക്ഷേ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ലേ? ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ കൊണ്ടുപോയാൽ എൻ്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ അതിനകത്തുള്ള പ്രൊവോക്കേറ്റർ അതിനെ നിർദ്ദേശിച്ച ആൾ പ്രതിയാവും. ഇത് വല്ലതും അറിയോ? നിയമം വല്ലതും അറിയോ? അപ്പോൾ ഇതെല്ലാം അബദ്ധങ്ങളാണ് കാണിക്കുന്നത്. മനീഷ് മെഹിബാലുണ്ട് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. മനീഷ്, ഇപ്പോൾ ഈ ആലപ്പുഴയിലെ CPM നേതൃത്വത്തിന് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ളത് ഏതെങ്കിലും UDF നേതാക്കളോ ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കളോ അല്ല. അത് 10-60 വർഷം CPMന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായി ആലപ്പുഴയിൽ നടന്നിരുന്ന, ആലപ്പുഴയിൽ MLA മന്ത്രിയും ഒക്കെ ആയിരുന്ന ജി സുധാകരനാണ്. ഇപ്പോൾ പരസ്പരം കൊമ്പ് കോർക്കുകയാണ് ഇരുപക്ഷവും. രണ്ട് കൂട്ടരും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല, അല്ലേ മനീഷ്? അതെ ഷിഹാസ്, ഇന്നലെയാണ് അമ്പലപ്പുഴ MLA ജി സുധാകരന്റെ പുന്നപ്രയിലെ ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇങ്ങനെ പറഞ്ഞത്. അതായത് ജി സുധാകരൻ ഈ രീതിയിൽ പാർട്ടി നേതാക്കളെ അവഹേളിക്കുകയാണെങ്കിൽ പൊതുജനം എന്തെങ്കിലും ചെയ്താൽ അത് അക്കാര്യം, അതായത് അമ്പലപ്പുഴയുടെ പാരമ്പര്യം അനുസരിച്ച് ജനങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതരത്തിലുള്ള ഒരു വെല്ലുവിളിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സൂചന, മുന്നറിയിപ്പായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസർ നൽകിയത്. ഇപ്പോഴിത് അതിന് മറുപടിയായാണ് ജി സുധാകരന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ആഹ്വാനം നടത്തുകയാണ് ആർ നാസർ. അങ്ങനെ ഒരു ആഹ്വാനത്തിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം തനിക്കെതിരെ ഉണ്ടായാൽ അതിന്റെ പ്രൊവോക്കേറ്റർ, അത് നിർദ്ദേശിച്ച ആൾ പ്രതിയാകുമെന്നാണ് നിലവിൽ ജി സുധാകരൻ പറയുന്നത്. കായികമായി കൈകാര്യം ചെയ്താൽ നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഒപ്പം തന്നെ ഇനി ആരെങ്കിലും എന്നെ കൈകാര്യം ചെയ്താൽ ഉത്തരവാദി അത് നാസർ മാത്രമായിരിക്കും. ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്നെ ജനം കൈകാര്യം ചെയ്യുമെന്നാണ്. അങ്ങനെ കൈകാര്യം ചെയ്താൽ അതിന് കാരണക്കാരൻ നാസർ മാത്രമായിരിക്കും എന്നുള്ള വലിയ പ്രതികരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടി, മറുപടി കൂടി ജി സുധാകരൻ നൽകുകയാണ്. അങ്ങനെ അമ്പലപ്പുഴയിൽ ജി സുധാകരനും CPIയും തമ്മിലുള്ള പോര് കനക്കുകയാണ്. നേരത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ പരാമർശം, മണ്ടാനം മെഡിക്കൽ കോളേജിൽ CPM നേതാക്കളെ നിഴലിൽ നിർത്തി അവിടെ വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പോൾ അവസാനമായി പൊതിച്ചോറൽ വിവാദം. അതിനു മുൻപ് അമ്പലപ്പുഴ നീർക്കുന്ന സ്കൂളിൽ മണൽ കടത്തുന്ന CPM പ്രവർത്തകരാണെന്നുള്ള മനീഷ്, അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി പല വിഷയങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഒട്ടും വിട്ടുകൊടുക്കാതെ ആ പോര് മുന്നോട്ട് പോവുകയാണ്. CPM നേതൃത്വവും ജി സുധാകരനും നേർക്കുനേർ നിൽക്കുകയാണ്.